ഓം നമ ശിവായ. ശിവപുരാണം കഥകൾ തുടരുന്നു. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനാം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ശിവപുരാണത്തിലെ 2-ാമത്തെ അധ്യായമാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ശിവപുരാണത്തിലെ 3-ാമത്തെ അധ്യായമായ വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഉൽപ്പത്തി. തുടങ്ങാം. പരമാത്മാവ് വിരാട് പുരുഷനായി വർത്തിക്കുകയായിരുന്ന കാലത്ത് രൂപഭാവങ്ങളൊന്നും ദൃശ്യമായിരുന്നില്ല. പരബ്രഹ്മം സ്വനിശ്ചയത്താൽ സർവ ഐശ്വര്യങ്ങളോട് കൂടിയതും സർവജ്ഞാനിയും ശുദ്ധ സംസ്കാരത്തിൻ്റെ മണിദീപവുമായ വിഷ്ണുവിനെ സൃഷ്ടിച്ചു. അദ്വിതീയവും അനാദിയും അനന്തവും ചിന്മയവും സർവ്വവ്യാപിയും അവിനാശിനിയുമായ ബ്രഹ്മമാണ് സദാശിവൻ. ഉത്തമ ലക്ഷണങ്ങളുടെ ആകാരം കൈക്കൊണ്ട ബ്രഹ്മം സദാശിവനായി മാറിയപ്പോൾ അദ്ദേഹം തൻ്റെ ശിരസിൽ ഗംഗയെ ധരിക്കുകയും തിരുനെറ്റിയിൽ ചന്ദ്രകലയെ സ്ഥാപിച്ച് ശോഭ പരത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഹൃദയക്ഷേത്രം സദാ പ്രസന്നവും സുരഭിലവുമായിരുന്നു. കർപ്പൂരകാന്തിയെ വെല്ലുന്ന നിറത്തോടുകൂടിയ ആ കാലസ്വരൂപിയായ ബ്രഹ്മം അഥവാ സദാശിവൻ ശരീരം മുഴുവൻ ഭസ്മത്താൽ ലേപനം ചെയ്തിരുന്നു. ഒരു നാൾ സദാശിവൻ ശക്തിയുടെ സഹായത്താൽ ശിവലോകം എന്നു പേരായ ഒരു സ്ഥലം നിർമ്മിച്ചു. അസാധാരണവും അത്യാകർഷകവും മോക്ഷപ്രധാനവുമായ ഒരു സവിശേഷ കേന്ദ്രമായിരുന്നു ശിവലോകം. പരമമായ ബ്രഹ്മതത്വങ്ങളുടെയും പുണ്യവർദ്ധങ്ങളായ മന്ത്രങ്ങളുടെയും ഉത്ഭവ കേന്ദ്രമായ ആ ശിവലോകമാണ് പിൻകാലത്ത് കാശി എന്ന പേരിൽ പ്രസിദ്ധമായത്. സദാശിവനും പരാശക്തിയും ഭാര്യാഭർത്തരൂപത്തിൽ അവിടെ ആനന്ദപൂർവ്വം ലീലകളാടി വന്നു. ആധ്യാത്മികമായ പരമാനന്ദത്തിന് കാരണമായ സ്ഥലത്തിന് ഭഗവാൻ ആനന്ദവനം എന്ന് പേരിട്ടു. പിന്നീടുണ്ടായ പ്രളയകാലത്ത് പോലും മഹേശ്വരൻ തൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ആ സ്ഥലത്തെ അകറ്റുവാൻ ഉദ്യമിച്ചിരുന്നില്ല. അങ്ങനെ സദാശിവനും പരാശക്തിയും ദമ്പതികളെ പോലെ ആനന്ദവനത്തിൽ അമൃതസുഖം ആസ്വദിച്ച് നടക്കുമ്പോൾ അവരുടെ അകത്താരിൽ ഒരാഗ്രഹം തളിരിട്ടു. അധികം വൈകാതെ അത് നിശ്ചയമായി മാറുകയും ചെയ്തു. സൃഷ്ടികർമ്മ പരിപാലനത്തിന് മറ്റൊരാളെ കൂടി സൃഷ്ടിച്ചാൽ ആ വ്യക്തിയിലൂടെ സൃഷ്ടികർമ്മം സമ്പുഷ്ടമാക്കാം എന്നുള്ളതായിരുന്നു ആ നിശ്ചയം. തങ്ങളുടെ ഇച്ഛയ്ക്ക് വിധേയനായി നിന്നുകൊണ്ട് ആ വ്യക്തി സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തിക്കൊള്ളുമെന്നും അവർ തീരുമാനിച്ചു. അങ്ങനെ ശക്തിയോടുകൂടി സദാശിവൻ തൻ്റെ വാമഭാഗത്ത് അമൃത് പുരട്ടുകയും അതിൻ്റെ ഫലമായി ത്രിലോകങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരനായ വിഷ്ണുവിനെ സൃഷ്ടിക്കുകയും ചെയ്തു. സത്വഗുണത്തിൻ്റെ ജ്യോതിസായി പ്രോജ്വലിച്ചു നിന്ന അദ്ദേഹം അളവറ്റ ഗാംഭീര്യത്തിൻ്റെയും ക്ഷമയുടെയും മൂർത്തി മദ്ഭാവമായിരുന്നു. അദ്ദേഹം പരബ്രഹ്മം ആകാരമെടുത്ത സദാശിവനെ നമസ്കരിച്ചിട്ട് നമ്രശിരസ്കനായി ചോദിച്ചു, കാരുണ്യത്തിൻ്റെയും സത്യധർമാദികളുടെയും സ്വാമിൻ, എനിക്ക് എന്ത് നാമമാണ് അങ്ങ് നിർദ്ദേശിച്ചിരിക്കുന്നത്? പ്രഭു, അവിടുത്തെ ഈ ശിഷ്യൻ എന്തു ജോലിയാണ് ചെയ്യേണ്ടത്? ഇത്തരം ചോദ്യങ്ങൾ ശ്രവിച്ചു നിന്ന സദാശിവൻ സന്തുഷ്ടനായി തീർന്നു. ഗംഭീര സ്വരത്തിൽ അദ്ദേഹത്തിൻ്റെ തിരുനാവിൽ നിന്ന് വാക്കുകൾ ബഹിർഗമിച്ചു. ഹേ വത്സ, നീ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതിനാൽ വിഷ്ണു എന്ന പേരിൽ അറിയപ്പെടും. ഭക്തന്മാർക്ക് സുഖം പ്രദാനം ചെയ്യുന്നതിൽ തൽപരനായതിനാൽ നിനക്ക് മറ്റനേകം പേരുകൾ കൂടി ഉണ്ടാകും. ആയതിനാൽ എല്ലാ ശ്രേഷ്ഠ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതിനുള്ള അത്യുത്തമ മാർഗം തപസ്സാണ്. അതുകൊണ്ട് നീ കഠിനമായ തപസ്സിലേർപ്പെടുക. ഇത്രയും അരുൾ ചെയ്തതിനു ശേഷം ഭഗവാൻ ശിവൻ തൻ്റെ ശ്വാസമാർഗത്തിലൂടെ വിഷ്ണു ഭഗവാന് ദേവതത്വം ഉപദേശിച്ചു കൊടുത്തു. ഭഗവാനെ വന്ദിച്ചതിന് ശേഷം ശ്രീഹരി തപസ്സനുഷ്ഠിക്കാൻ യാത്ര തിരിച്ചു. ശിവൻ ശക്തിയോടുകൂടി അന്തർധാനം ചെയ്തു. സുദീർഘമായ കാലം കടന്നുപോയി. കഠിന തപസ്സിൻ്റെ ഫലമായി വിഷ്ണു ഭഗവാൻ ക്ഷീണിതനായി ജലത്തിൽ ശയിച്ചു. അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്നും സൂര്യശോഭയ്ക്ക് തുല്യമായ ഒരു താമരപ്പൂവ് ഉണ്ടായി. അങ്ങനെയാണ് വിഷ്ണുവിന് പത്മം നാഭിയിലുള്ളവൻ എന്ന അർത്ഥത്തിൽ പത്മനാഭൻ എന്ന നാമം വന്നു ചേർന്നത്. ശിവഭഗവാൻ സൃഷ്ടിച്ച ബ്രഹ്മാവിനെ വിഷ്ണുവിൻ്റെ നാഭിയിൽ താമരയിൽ സ്ഥാപിക്കുകയും ചെയ്തു. ബ്രഹ്മദേവന് 4 മുഖങ്ങളും ചുവന്ന നിറവും ഉണ്ടായിരുന്നു. ശിവമായയ്ക്ക് വംശവദനായി തീർന്ന ബ്രഹ്മാവിന് വിജ്ഞാനശക്തി കുറവായതിനാൽ താനാര്, തന്നെ സൃഷ്ടിച്ചതാര്, തൻ്റെ ഉദ്ഭവസ്ഥാനം എവിടെ, താൻ അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചു. എന്നാൽ അജ്ഞാതമായ ഏതോ ഒരു ശക്തിയുടെ പ്രേരണവണ്ണം ബ്രഹ്മാവിൻ്റെ മസ്തിഷ്കത്തിൽ ഒരു ചിന്താമലർ അങ്കുരിച്ചു. താനിരിക്കുന്ന കമലപുഷ്പത്തിൻ്റെ
തണ്ട് ജലത്തിനടിയിലേക്ക് താഴ്ന്നിറങ്ങിയിരിക്കുന്നതിനാൽ തന്നെ സൃഷ്ടിച്ച ദേവനും അവിടെ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചുറച്ചു. അപ്രകാരം അദ്ദേഹം താമരത്തണ്ടിലൂടെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. ആയിരക്കണക്കിന് വർഷം അദ്ദേഹം ആ താമരയ്ക്ക് ചുറ്റും കറങ്ങി നടന്നു. മുകളിലോട്ട് പോയാൽ തൻ്റെ സൃഷ്ടികർത്താവിന് നേരിൽ കാണാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയോടെ വിധാതാവ് പത്മനാളം വഴി മുകളിലോട്ട് കയറി. വളരെ മുകളിലോട്ട് കയറിയിട്ടും മധ്യഭാഗം കടന്നു പോകാനാവാതെ നിരാശനായി അദ്ദേഹം വ്യാകുല ചിത്തത്തോടു കൂടിയിരിക്കുമ്പോൾ നഭോമണ്ഡലത്തിൽ നിന്നും പൊടുന്നനെ ഒരു അശരീരി ഉണ്ടായി. തപസ് ചെയ്യുക, തപസ് ചെയ്യുക, തപസ് ചെയ്യുക. ആ അശരീരി പ്രകാരം 12 വർഷം വിധാതാവ് ഘോര തപസ്സിലേർപ്പെട്ടു. ബ്രഹ്മാവിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ പത്മനാഭൻ പ്രത്യക്ഷപ്പെട്ടു. പാഞ്ചജന്യം, ശംഖ്, സുദർശന ചക്രം, ഗദ, പത്മം എന്നിവ ചതുർപ്പാണികളിൽ യഥാക്രമം ധരിച്ചിരുന്നു. കാർമേക കാന്തി പ്രസരിക്കുന്ന അദ്ദേഹം മഞ്ഞപ്പട്ട് ധരിച്ചിരുന്നു. ദിവ്യപ്രഭ ചൊരിയുന്ന മഹേശ്വരൻ തൻ്റെ ശ്വാസഗതിയിലൂടെ വിഷ്ണുവിന് വേദോപദേശം നൽകി. പ്രസന്നചിത്തനായ മഹേശ്വരൻ ശ്രീഹരിയോട് അരുളി ചെയ്തു: അല്ലയോ ശ്രേഷ്ഠ ഗുണങ്ങൾ പരിലസിക്കുന്ന ദേവന്മാരെ, നിങ്ങൾ ഇരുവരുടെയും ഭക്തിയിലും നിഷ്കാമമായ പ്രാർത്ഥനയിലും ഞാൻ അതീവ സന്തുഷ്ടനാണ്. നിങ്ങൾ എന്നെ ഈ സമയം കാണുന്ന രൂപത്തിൽ തന്നെ ഭാവിയിൽ പൂജിച്ചു കൊള്ളണം. അതിലൂടെ പ്രപഞ്ചഭരണത്തിനു വേണ്ട ശക്തിയും ബുദ്ധിശക്തിയും നിങ്ങൾക്ക് വേണ്ടുവോളം ലഭിക്കുന്നതാണ്. എൻ്റെ അവയവങ്ങളിൽ നിന്നും ഉണ്ടായവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇരുവർക്കും അത്യധികം ഭക്തിയും എൻ്റെ അംശമായിട്ടുള്ള ബ്രഹ്മജ്ഞാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. അല്ലയോ ബ്രഹ്മദേവ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ലോകസൃഷ്ടി നടത്തുവാൻ വേണ്ടിയാണ്. എൻ്റെ ആജ്ഞ പാലിച്ചുകൊണ്ട് അങ്ങ് ഭംഗിയായി സൃഷ്ടികർമ്മങ്ങൾ ഏർപ്പെടുത്തുക. ഹേ വിഷ്ണുദേവ, അങ്ങ് ചരാചരങ്ങൾ കൊണ്ട് നിറയാൻ പോകുന്ന ഈ ലോകത്തെ സംരക്ഷിക്കുക. എൻ്റെ മായാവൈഭവത്താൽ ഞാൻ സൃഷ്ടിച്ച ഈ പ്രകൃതിയിൽ യുഗങ്ങൾ കഴിയുമ്പോൾ മായയുടെ ശക്തി അധികരിക്കുകയും അതിൻ്റെ ദുഷ്പ്രേരണയാൽ പാപകർമ്മങ്ങളിലേർപ്പെട്ട് മാനവർ മോക്ഷത്തിന് അർഹരല്ലാതെ തീരുകയും ചെയ്യും. പാപപുണ്യകർമ്മങ്ങളനുസരിച്ചുള്ള ജന്മമായിരിക്കും ഭൂമിയിൽ ജീവികൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്നവർ എന്നെ അറിഞ്ഞിരിക്കുകയും എൻ്റെ ലീലകൾ സ്തുതിക്കുകയും ഞാൻ രചിച്ച മാർഗത്തിലൂടെ ജീവിതചര്യ നടത്തുകയും വേണം. ഉത്തമമായ പൂജാവിധികളും മഹേശ്വരനും വിഷ്ണുവിനും ബ്രഹ്മാവിനും ഉപദേശിച്ചു. പിന്നെ പരമശിവൻ മറഞ്ഞു. അന്നു മുതൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മവും വിഷ്ണു പരിപാലന കർമ്മവും നിർവഹിച്ചു വരുന്നു. ഇതോടുകൂടി ശിവപുരാണത്തിലെ 3-ാമത്തെ അധ്യായമായ വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥ അവസാനിച്ചു. ഇനി അടുത്തത് ഇതിൻ്റെ 4-ാം അധ്യായമായ ഓംകാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനാം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം.